എന്തായാലും അത് തന്നെയാണ് മോത്തി. കാരണം നമ്മൾ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്ത് ഈ പൂരപ്പറമ്പിൽ പെയ്തു തീരാത്ത ഒരു മഴ പോലെ, ഒരു മേഘം പോലെ ചില ഓർമ്മകളുണ്ട്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും വലിയൊരു അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനം, അതിലേറെ ഈ വടക്കുന്നാഥൻ്റെ മുന്നിൽ പ്രാർത്ഥനയോടെ വന്നു ചേരുന്ന ഇന്നത്തെ ദിവസത്തിന് വേണ്ടി 7 കടലും കടന്ന് വരുന്ന ആളുകളുണ്ട്. നമുക്ക് എല്ലാ വർഷവും നമ്മൾ കാണുന്ന പോലെ തന്നെ ഇന്നും തൊഴുതു വരികയാണ്. തൊഴുതു വരികയാണ്. എല്ലാ കൊല്ലം വരാണ് പറഞ്ഞത്. ഒരു 27 കൊല്ലം ഞാൻ പ്രവാസിയായിരുന്നു, മസ്കറ്റിലായിരുന്നു. അതുപോലെ 2 കൊല്ലം അസർബൈജാൻ, ബക്കു, എല്ലാ പൂരത്തിനും ഇവിടെ എത്തും. ഓരോ ദിവസം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ പ്രവാസികളും ഇന്ന് അവരുടെ എല്ലാവരുടെയും മനസ്സ് ഇവിടെയായിരിക്കും, വടക്കുന്നാഥൻ്റെ മുമ്പിലായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ പൂരം. പക്ഷേ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നമ്മുടെ വെടിക്കെട്ടിൽ മരിച്ച എല്ലാവർക്കും ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ അധ്വാനിച്ചിരുന്നത്. ഇന്ന് അവരില്ല നമ്മോടൊപ്പം. അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നമ്മുടെ ഇതായിട്ട്. തീർച്ചയായിട്ടും വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ടി വിയിൽ ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞങ്ങളെല്ലാവർക്കും വളരെയധികം മനസ്സിൻ്റെ ആഴത്തിൽ പോയി എത്തുന്ന വിധത്തിലുള്ള വേദനയാണ്. കാരണം ഈവൻ ഞങ്ങളുടെ വീട് ഈ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് 6 കിലോമീറ്ററേ ഉള്ളൂ. പെട്ടെന്നൊരു 3:30 ഇപ്പോൾ ഭയങ്കര ഒരു നടുക്കം പോലെ ഒരു ശബ്ദം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താണെന്ന് മനസ്സിലാവണില്ല. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ അപ്പോൾ സുമാരേട്ടൻ മുകളിലായിരുന്നു. ശബ്ദം കേട്ടപ്പോൾ ഞാൻ നടുങ്ങി. എന്താണ് പെട്ടെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ശബ്ദത്തിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ആ നടുക്കം കേട്ടു. അതിനുശേഷം ടി വി നോക്കിയപ്പോഴാണ് മനസ്സിലാവണത് ഇങ്ങനെ ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കണതും കാര്യങ്ങളും. വളരെയധികം അവരുടെ സങ്കടങ്ങളും പ്രാർത്ഥിച്ചു വരികയാണ്, തൊഴുതു വരികയാണ്. തീർച്ചയായിട്ടും വടക്കുന്നാഥനോട്. കാരണം അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് രാമചന്ദ്രനെ കാണാം. ചെമ്പൂക്കാവിലുണ്ടെന്ന് വിചാരിക്കണം, ചെമ്പൂക്കാവിന് വേണ്ടിയിട്ട് രാമചന്ദ്രൻ ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊരു ക്രൗഡ് പുള്ളറാണ്. എല്ലാ കൊല്ലം ഞാൻ പറഞ്ഞത് രാമചന്ദ്രനെ കൊണ്ടുവരാൻ എൻ്റെ അച്ഛനും ഒരു പങ്കുവഹിച്ചാണ് തെച്ചുകോട്ടാവ് ദേവസ്വത്തിലേക്ക്. എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു ആന വാങ്ങിക്കുമ്പോൾ. അന്ന് അവർ 80,000 85,000 രൂപ വാങ്ങിച്ചാണ് സ്വാമിയുടെ നിന്ന്. പിന്നെ അത് ഭയങ്കര അത് കാരണം തെച്ചുകോട്ടാവ് വളരെ ഫേമസ് ആയി, തെച്ചുകോട്ടാവ് അമ്പലം. അപ്പോൾ അതും വളരെ സന്തോഷം. അതെ, വളരെ അടുത്ത പൂരത്തിനും നമുക്ക് കാണാൻ പറ്റട്ടെ. പറഞ്ഞില്ലേ, ഒരു പെയ്തൊഴിയാത്ത മേഘം പോലെ സങ്കടം നിൽക്കുമ്പോഴും അതിനപ്പുറത്ത് വിവിധ ദേശക്കാർ ഒത്തുചേരുന്നു. കണിമംഗലം ശാസ്താവ് ഇതാ വരികയാണ്. കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നടയിലൂടെയാണ് ഉള്ളിലേക്ക് വന്നത്. ഗോപുര നട തുറന്ന കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി എത്തി അകത്തേക്ക്. പൂരം അങ്ങനെ ഔദ്യോഗികമായി തുടങ്ങിയിട്ട് മണിക്കൂറുകളായി എങ്കിലും ഈ ഒരു വരവ് അതാണ് ഏറ്റവും ആദ്യത്തേത്, പൂര ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടെ ഇനി അങ്ങോട്ട് ഘടക പൂരങ്ങൾ ഒന്നൊന്നായി വന്നു ചേരുന്ന അതിമനോഹരമായ കാഴ്ച.